ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് മണി, അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള 4 സ്റ്റെപ്സാണ്. ഈ 4 സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ഗസ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ മുഴുവനും കാണുക. കണ്ട ശേഷം നിങ്ങൾ മനസ്സിൽ ഗസ് ചെയ്ത ആ 4 സ്റ്റെപ്സും കറക്റ്റ് ആയിരുന്നു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ആകർഷണ നിയമം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 2017 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയതും ഞാൻ പഠിച്ചതും എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തതുമായ ടെക്നിക്കുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോസിലൂടെയൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ 4 സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ്. ആ 4 സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ ബിലീവ്, വിശ്വാസം. രണ്ടാമത്തെ അഫർമേഷൻ. മൂന്നാമത്തേത് വിഷ്വലൈസേഷൻ, ദൃശ്യവൽക്കരണം. നാലാമത്തേത് ഡിറ്റാച്ച് ഫ്രം ദ റിസൾട്ട് ആൻഡ് ലെറ്റ് ഗോ. ഇനി ഈ ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായ ബിലീവിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി ലഭിക്കും, അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കും എന്നുള്ള 100% ബിലീഫ് നിങ്ങളുടെ മനസ്സിൽ 100% വിശ്വസിക്കുക. എനിക്ക് അപ്രതീക്ഷിതമായി ധനം ലഭിക്കും എന്ന് ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് അഫേം. ഇവിടെ നമ്മൾ 3 പവർഫുൾ അഫർമേഷൻസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് ഐ ലവ് ദ വൈബ്രേഷൻ ഓഫ് മണി. ഞാൻ സമ്പത്തിൻ്റെ ഊർജത്തെ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ അഫർമേഷൻ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു അട്രാക്ട് മണി. ധനം ഇനി അട്രാക്റ്റ് ചെയ്യുക, വെൽത്ത് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. മൂന്നാമത്തെ അഫർമേഷൻ ഇതാണ്, ഐ ബിലീവ് ഐ ആം റിസീവിങ് അൺഎക്സ്പെക്റ്റഡ് മണി. ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അപ്രതീക്ഷിതമായി ധനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അടുത്ത സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇരിക്കുക. അതിനുശേഷം 3 തവണ ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ട് നാലാമത്തെ സ്റ്റെപ്പായ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം ചെയ്യാനായിട്ട് നിങ്ങൾ സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണിന് മുന്നിലായിട്ട് നിങ്ങൾക്ക് ധാരാളം പണം, നോട്ടുകെട്ടുകൾ, സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണക്കട്ടികൾ ഇവയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അതൊക്കെ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ കണ്ണിന് മുന്നിലുള്ള ആ നോട്ടുകെട്ടുകളിലേക്കും സ്വർണ്ണ നാണയങ്ങളിലേക്കും സ്വർണ്ണക്കട്ടികളിലേക്കും നന്നായി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അനുഭവപ്പെടുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ മനസ്സ് നിറയെ ഇപ്പോൾ സന്തോഷമാണ് അല്ലേ? ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ആ നോട്ടുകെട്ടുകളിലേക്കും സ്വർണ്ണ നാണയങ്ങളിലേക്കും സ്വർണ്ണക്കട്ടികളിലേക്കും നോക്കി സന്തോഷത്തോടെ ഇരിക്കുക. അങ്ങനെ നിങ്ങളിപ്പോൾ ഇരിക്കുകയാണ്. നിങ്ങളങ്ങനെ ഇരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ശിരസ്സിന് മുകളിൽ നിന്നും അതാ സ്വർണ്ണ നാണയങ്ങളും നോട്ടുകളും ഒരു മഴ പോലെ താഴേക്ക് വീഴുന്നതായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ നാണയങ്ങൾ നിങ്ങളുടെ അരികിൽ വീഴുന്ന ആ സൗണ്ട്, സ്വരം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ആ നോട്ടുകെട്ടുകളും നാണയങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ വീഴുന്നത് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടല്ലോ, അനുഭവപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ആ ഒരു അനുഭവം നിങ്ങളുടെ
കണ്ണിന് മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാഴ്ച നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്? നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? ആ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള നാണയങ്ങളിലേക്കും നോട്ടുകളിലേക്കും നോക്കിയിരിക്കുക. അങ്ങനെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വീഴുന്ന ആ നാണയങ്ങളും നോട്ടുകളും ഒക്കെ കൈകൾ കൊണ്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ എടുത്ത് പിടിച്ചിരിക്കുകയാണ്. ആ കയ്യിൽ എടുത്തു വെച്ച നോട്ടുകളും നാണയങ്ങളും നിങ്ങൾ നിങ്ങളുടെ സമീപത്തേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ ആ സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ മനസ്സിൽ ഈ അഫർമേഷൻ പറയുക: എനിക്ക് ഇപ്പോൾ കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമ്പത്തിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ ധനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് അല്പസമയം ഇരിക്കുക. അതിനുശേഷം ഈ അഫർമേഷൻ മനസ്സിൽ പറയുക: ഞാനിപ്പോൾ കാണുന്നതും എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ സമ്പത്തിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഇപ്രകാരം നന്ദി പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് കൂടി ഇരുന്ന ശേഷം സാവധാനത്തിൽ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഇനി 4ാമത്തെ സ്റ്റെപ്പായ ഡീറ്റാച്ചിൽ, അതായത് അപ്രതീക്ഷിതമായി ആ ധനം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ആ വിഷ്വലൈസേഷൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഇനി അത് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ നിങ്ങൾ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മറ്റുള്ള ജോലികളൊക്കെ കൃത്യമായി ചെയ്തു തീർക്കുക. അങ്ങനെ ഒരു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ധനം ലഭിക്കും. എല്ലാവരും ഈ ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.